എല്ലാവർക്കും PSC സഹായിയിലോട്ട് സ്വാഗതം. ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപദ്വീപീയ നദികളെക്കുറിച്ച്. അതിൻ്റെ ബാലൻസാണ് ഹിമാലയ നദികൾ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. എന്താണ്? നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ആ പഞ്ചയിൽ തന്നെയുണ്ട് അതിൻ്റെ ആൻസർ, പഞ്ചാബ്. നദികളെ എത്രയായി തരം തിരിച്ചിരിക്കുന്നു? ഉപദ്വീപീയ നദിയെന്നും ഹിമാലയൻ നദിയെന്നും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഹിമാലയൻ നദികളെക്കുറിച്ചാണ്. ഹിമാലയൻ നദികൾ എന്നാൽ എന്താണ്? ആ വാക്കിൽ തന്നെയുണ്ട് ആ ഹിമാലയൻ നദികൾ. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഇത് ഉണ്ടാകുന്ന ജലസ്രോതസ്സുകൾ മഞ്ഞുരുകി ഉണ്ടാകുന്ന ജലവും മഴവെള്ളവുമാണ് പ്രധാനമായും ഇവയുടെ ജലസ്രോതസ്സുകൾ. എന്താണ്? മഞ്ഞുരുകി ഉണ്ടാകുന്ന ജലവും മഴവെള്ളവുമാണ് പ്രധാനമായും ഇവയുടെ ജലസ്രോതസ്സുകൾ. ഹിമാലയൻ നദികൾ എവിടെ വെച്ചാണ് ഉദ്ഭവിക്കുന്നത്? എവിടെയാണ് ഹിമാലയൻ നദികൾ എവിടെ വെച്ചാണ് ഉദ്ഭവിക്കുന്നത്? ഉത്തര പർവ്വത മേഖലയിൽ നിന്നും. എവിടെയാണ്? ഉത്തര പർവ്വത മേഖല. പ്രധാനപ്പെട്ട 3 ഹിമാലയ നദികൾ ഏതൊക്കെയാണെന്നറിയാമോ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നമുക്ക് ആദ്യം സിന്ധുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. PSC സിന്ധുവിനെ കുറിച്ച് ചോദിക്കുന്ന പ്രധാന ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ്. ഇത് പലവട്ടവും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. PSCക്കാർ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണെന്നുള്ളത് ഇത് സിന്ധു ആണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ആണ്. സിന്ധു നദിയുടെ നീളം 2880 കിലോമീറ്ററാണ്. 2880 കിലോമീറ്റർ. നിങ്ങൾക്കത് ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഈ സിന്ധു എന്ന വാക്കിന് 2 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അത് 2. ഇത് തുടങ്ങുന്നതും 2 വെച്ചാണ്. പിന്നെ ആ 8 ഉള്ളതും 2 ആണ്. പിന്നെ ഒരു 0 അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 2 8 8 0 2 2 8 ഉണ്ട് 0 ഉണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണാതെ പഠിക്കുക. സിന്ധു നദി എത്ര കിലോമീറ്റർ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നു? 709 കിലോമീറ്റർ. എത്രയാണ്? 709 കിലോമീറ്റർ. അത് SCERT പ്രകാരമാണ് 709 കിലോമീറ്റർ. NCERT ബുക്ക് പ്രകാരമാണെങ്കിൽ 1114 1114 കിലോമീറ്ററോളം ഒഴുകുന്നുണ്ട്. അത് ഓപ്ഷനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 750 മാത്രമായിരിക്കും കൊടുത്തിരിക്കുന്ന. ഓപ്ഷനിൽ വേറെ ആൻസർ കൊടുക്കുമായിരിക്കും. ചില 1114 കൊടുക്കുമായിരിക്കും. നിങ്ങൾ ആ ഓപ്ഷൻ നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന നദി സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന നദി സിന്ധു ആണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും സിന്ധു ആണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും സിന്ധു ആണ്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യനദികൾ അറിയപ്പെടുന്നത് സപ്തസിന്ധു. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യനദികൾ അറിയപ്പെടുന്നത് സപ്തസിന്ധു. ഏതൊക്കെയാണ് നദികൾ? സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ചലം, ചിനാബ്. ഏതൊക്കെയാണ്? സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ചലം, ചിനാബ്. ഇന്ത്യയിലെ ഒരു പട്ടണത്തെ സിന്ധു നദി ചുറ്റി ഒഴുകുന്നുണ്ട്. ഏതാണ് ആ പട്ടണം? ലേ ലഡാക്ക്. ഏതാണ്? ഇന്ത്യയിലെ ഒരു പട്ടണത്തെ സിന്ധു നദി ചുറ്റി ഒഴുകുന്നുണ്ട്. ആ പട്ടണം ഏതെന്ന് വെച്ചാൽ ലഡാക്ക്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. അതിപ്പോൾ ഓർത്ത് വയ്ക്കാൻ, സിന്ധുവിന് ഏറ്റവും ഇഷ്ടം ചീനിയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. പോഷകാരമുള്ള ഒരു ഭക്ഷണമാണ് ചീനി. സിന്ധുവിന് ഏറ്റവും ഇഷ്ടം അപ്പോൾ ചീനിയാണ്. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരേ ഒരു നദിയാണ് സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരേ ഒരു നദിയാണ് സിന്ധു. സിന്ധു നദീജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യ, പാകിസ്ഥാനാണ്. സിന്ധു നദീജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും. ഏത് വർഷമാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്? 1960 സെപ്റ്റംബർ 19. അത് നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏത് വർഷമാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതെന്ന് വെച്ചാൽ 1960 സെപ്റ്റംബർ 19. എവിടെ വെച്ചാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്? കറാച്ചിയിൽ വെച്ച്. എവിടെ വെച്ചാണ്? കറാച്ചിയിൽ വെച്ച്. ആരാണ് സിന്ധു നദീജല കരാർ മധ്യസ്ഥ വഹിച്ചത്? ലോകബാങ്ക്. ആരാണ് സിന്ധു നദീജല കരാർ മധ്യസ്ഥ വഹിച്ചത്? ലോകബാങ്ക്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചലം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ചലം.
ശ്രീനഗർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചലം. ശ്രീനഗർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചലം. ചലം നദിയുടെ പഴയകാല പേരാണ് വിദാസ്ത. ചലം നദിയുടെ പഴയകാല പേര് വിദാസ്ത. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി, വലിയ നദി നമ്മൾ പഠിച്ചു ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പ്രാചീന കാലത്ത് ബിയാസ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വിപാസ. അതിനോട് ചേർന്ന് വരുന്ന ഒരു പേരാണ്. പ്രാചീന കാലത്ത് ബിയാസ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വിപാസ. ബിയാസ് എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? റോത്താങ് ചുരം. ബിയാസ് എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? റോത്താങ് ചുരം. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. PSCക്കാർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, പോങ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇനി തെറ്റരുത്, പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസിലാണ്. ഈ പോങ്, ബായ് ഇതെല്ലാം ഒരുപോലെ വരത്തില്ലയോ? പാബ അങ്ങനെ അങ്ങ് ഓർത്തു വെച്ചാലും മതി. ബിയാസ് നദിയിൽ. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി. പഞ്ചാബിലൂടെ ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് രവി. പഞ്ചാബിലൂടെ ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് രവി. രവി എന്ന വാക്ക് ചെറുതല്ലയോ? അപ്പോൾ രവിക്ക് 2 അക്ഷരമേ ഉള്ളൂ. അപ്പം ആ ചെറുത് അങ്ങനെ ഓർത്ത് വയ്ക്കുക. അത് പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു പേരുമാണ്. പരിഷ്ണി, ഐരാവതി എന്നിങ്ങനെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന രവിയാണ്. പരിക്കനായ രവി എന്താണ്? പരിഷ്ണി, ഐരാവതി എന്നിങ്ങനെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് നദി രവിയാണ്. പരിക്കനായ രവി അങ്ങനെ എന്തെങ്കിലും രീതിയിലൊന്ന് ഓർത്തു വയ്ക്കുക. ചിനാബ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്നാണ്. ചിനാബ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്നാണ്. സത്ലജ് പ്രാചീന കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ശതദ്രു. സത്ലജ് പ്രാചീന കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ശതദ്രു. ഈ വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് ഒരു 2-3 വട്ടം കേൾക്കുക. അപ്പോൾ എന്തായാലും നമുക്കത് മനസ്സിൽ പതിയും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യുകയും കൂടെ ചെയ്താൽ മതി. നെക്സ്റ്റ് ഗംഗ. ഗംഗയെക്കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. അതറിയാത്തവരാരും കാണത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഗംഗയുടെ നീളം 2525. അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 2525. ഗംഗയുടെ നീളമാണ് 2525 കിലോമീറ്റർ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. അതും അറിയാത്തവരാരും കാണത്തില്ല. നമ്മുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബറിലാണ്. ഗംഗ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബറിലാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 1450 കിലോമീറ്റർ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ നദിയും ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ പാലമായ മഹാത്മാഗാന്ധി സേതു പാലം ഏത് നദിക്ക് കുറുകെയാണ്? ഗംഗാ നദിക്ക്. ഏത് പാലമാണ്? 2ാമത്തെ പാലമായ മഹാത്മാഗാന്ധി സേതു പാലം ഏത് നദിക്ക് കുറുകെയാണ്? ഗംഗാ നദിക്ക് കുറുകെയാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള നടക്കാറുള്ള ത്രിവേണി സംഗമം എവിടെയാണ്? അലഹബാദ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള നടക്കാറുള്ള ത്രിവേണി സംഗമം എവിടെയാണ്? അലഹബാദ്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പത്മ കീർത്തിനാശിനി. പത്മ കീർത്തിനാശിനി. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പത്മ കീർത്തിനാശിനി. ഗംഗ എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും. ഗംഗ എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ്. ഗംഗ ഗായ്മുഖ്. അത് ഗാ വെച്ചാണ് തുടങ്ങുന്നത്. അങ്ങനെ ഓർത്താലും മതി. ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ഗംഗ അറിയപ്പെടുന്ന പേരാണ് ഭാഗീരഥി. നമ്മൾ നേരത്തെ പറഞ്ഞ ഗംഗ എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന്. ആ ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന സ്ഥലത്ത് അറിയപ്പെടുന്ന പേരാണ് ഗംഗ അറിയപ്പെടുന്ന പേരാണ് ഭാഗീരഥി. അളകനന്ദ ഭാഗീരഥിയും സംഗമിച്ച ശേഷമാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. അത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ വെച്ച്. അളകനന്ദ ഭാഗീരഥിയും സംഗമിച്ച ശേഷമാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി
ഒഴുകി തുടങ്ങുന്നത്. എവിടെ വെച്ചാണത്? ദേവപ്രയാഗ്. ഗംഗ ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ഹരിദ്വാറിൽ വെച്ച്. ഗംഗ ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ഹരിദ്വാറിൽ വെച്ച്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതായിരുന്നു? സിന്ധുവിന് ചീനി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞില്ലയോ? അപ്പം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഓർത്തു വയ്ക്കുക. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഈ ഗംഗ കഴിഞ്ഞ് നമുക്ക് അടുത്ത വായിൽ വരുന്ന വാക്കാണ് യമുന. അങ്ങനെ ഓർത്താലും മതി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയും യമുനയും നല്ല കൂട്ടുകാരികളായിരുന്നു. അങ്ങനെ ഓർത്താലും മതി. ഗംഗയുടെ ഏറ്റവും നല്ല വലിയ ഒരു കൂട്ടുകാരി എന്ന് ഓർത്താൽ മതി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന, കോസി, അളകനന്ദ, സോൺ, ദാമോദർ. ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, കോസി, അളകനന്ദ, സോൺ, ദാമോദർ. ഗംഗയും യമുനയും എവിടെ വെച്ചാണ് കൂടിച്ചേരുന്നത്? അലഹബാദിൽ. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോൾ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നദിയാണ് സരസ്വതി നദി. ഏതാണ്? ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോൾ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നദിയാണ് സരസ്വതി നദി. ഭഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്നത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗ്. ഇത് LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഭഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്നത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗ്. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന. കൗശിക എന്ന ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന നദിയാണ് കോസി. കോസി. രണ്ടും കായിലാണ് തുടങ്ങുന്നത്. കൗശിക എന്ന ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? കോസി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? കോസി. കൊൽക്കത്ത ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹൂഗ്ലി. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന LDCക്കാർക്കായാലും ഏത് PSC എക്സാം എഴുതുന്ന ഏത് വിദ്യാർത്ഥിക്കായാലും വീട്ടമ്മമാർക്കായാലും ആർക്കായാലും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് പോവുക. ഓക്കെ. ഒരു വേലിയേറ്റ നദിയാണ് ഹൂഗ്ലി. ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏതാണ്? ദാമോദർ. ബംഗാളിലെ ദുഃഖം, ആ ദുഃഖത്തിൽ ഒരു ദായുണ്ടല്ലേ, അപ്പം ദുഃഖം ദാമോദർ. ദാ വരുന്നുണ്ടോ? നിങ്ങൾക്കിത് ചീപ്പായിട്ട് തോന്നാം. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഓർത്തു വയ്ക്കാൻ പറ്റുക ആ രീതിയിൽ അങ്ങ് ഓർത്തു വയ്ക്കുക. എവിടെയെങ്കിലും ഒരു ക്ലിക്കാവുന്നതിൽ പിടിച്ചങ്ങ് കയറിക്കണം. ബംഗാളിലെ ദുഃഖം ദാമോദറിന് ഭയങ്കര ദുഃഖമായിരുന്നു അല്ലേ? എന്തെങ്കിലും ഒരു ഇതിൽ ഒരു വാക്യം എന്തെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ദാമോദർ. ഗംഗാനദി ഏത് നാഷണൽ പാർക്കിലൂടെയാണ് ഒഴുകുന്നത്? ജിം കോർബറ്റ്. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഗംഗാനദി ഏത് നാഷണൽ പാർക്കിലൂടെയാണ് ഒഴുകുന്നത്? ജിം കോർബറ്റ്. തമസ്യ എന്ന് രാമായണത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ടോൺസ്. ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് പദ്മ. യമുനാ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഡൽഹി, ആഗ്ര. യമുനയുടെ പോഷക നദികളാണ് ടോൺസ്, ചമ്പൽ, കെൻ, ബേത്വ.
ഇത് വേണമെങ്കിൽ നിങ്ങൾക്കത് ഈ കോഡ് നിങ്ങൾക്ക് ചിലപ്പം ഒരുമാതിരി തോന്നിയേക്കാം, എന്നാലും ഞാൻ ഒരു കോഡ് പറയാം. യമുന ടോൺസിനോട് ചോദിച്ചു ചാമ്പയ്ക്ക വേണോ. യമുന ടോൺസിനോട് ചോദിച്ചു ചാമ്പയ്ക്ക വേണോ. ചാമ്പയ്ക്ക ചമ്പൽ, ഇക്ക കെന്നെടുക്കാം, വേണോ ബേത്തു എടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കോഡ് ഉപയോഗിച്ച് നിങ്ങളത് ഓർത്തെടുക്കാൻ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണാതെ പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് ബ്രഹ്മപുത്രയാണ്. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ബ്രഹ്മപുത്രയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. മലിനീകരണം ഏറ്റവും കുറഞ്ഞ ഹിമാലയൻ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദി എന്ന് വിശേഷണമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദി എന്ന് വിശേഷണമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര ഉദ്ഭവിക്കുന്നത് എവിടെയാണ്? ചമയുങ് ദുങ് ഹിമാനിയിൽ നിന്ന്. എവിടെ നിന്നാണ്? ചമയുങ് ദുങ് ഹിമാനിയിൽ നിന്ന്. ഓക്കെ. ബ്രഹ്മപുത്ര ഉദ്ഭവിക്കുന്നത് എവിടെയാണ്? ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? ചമയുങ് ദുങ് ഹിമാനി. ബ്രഹ്മപുത്ര എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര, അതിൽ ബ്രാ ഉണ്ട്, ഇതൊരു ബായുണ്ട്. ബ്രഹ്മപുത്ര എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജമുന. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജമുന. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന ഡിഹാങ്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഡിഹാങ്. ഇന്ത്യയിലെ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക ഏത് നദിക്ക് കുറുകെയാണ്? ലോഹിത് നദിക്ക് കുറുകെ. ഇന്ത്യയിലെ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക ഏത് നദിക്ക് കുറുകെയാണ്? ലോഹിത് നദിക്ക് കുറുകെ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത് കേട്ടോ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത്. ഭൂപൻ ഹസാരിക പാലത്തിൻ്റെ നീളം 9.15 കിലോമീറ്ററാണ്. ഭൂപൻ ഹസാരിക പാലത്തിൻ്റെ നീളം എത്രയാണ്? 9.15 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ. സിക്കിമിൻ്റെ എൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ടീസ്റ്റ തന്നെയാണ്. സിക്കിമിൻ്റെ എൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ടീസ്റ്റയാണ്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ടീസ്റ്റയാണ്. തീർച്ചയായിട്ടും വരുന്ന LDC എക്സാം ഇടുന്ന എല്ലാവരും ഇത് കണ്ടിട്ട് പോകുക. നിങ്ങൾക്ക് എന്തായാലും ഒരു നഷ്ടം വരത്തില്ല. നിങ്ങൾ ഇന്ന് കാണുന്നത് എന്തായാലും വരുന്ന PSCകൾക്ക് എല്ലാ പരീക്ഷകർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.